ഹായ് ഹലോ. ഇന്ന് നമുക്കൊരു പുതിയ എണ്ണ കാച്ചിയാലോ? ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് മുടി കൊഴിച്ചിൽ വരും അല്ലേ? മുടി കൊഴിച്ചിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കോൺഫിഡൻസിനെയും നമ്മുടെ നിലനിൽപ്പിനെയൊക്കെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ മുടി കൊഴിച്ചിൽ നല്ല രീതിക്ക് കുറയ്ക്കാൻ പറ്റുന്ന ഒരു വളരെ മിനിമലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്നാൽ പവർഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ളൊരു എണ്ണയാണ് ഞാനിന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് അങ്ങാടിക്കടയിലും ഒക്കെ വാങ്ങാനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇവനാണ് കയ്യോന്നി. ഓക്കെ, എല്ലാവർക്കും പേരെങ്കിലും കേട്ട് പരിചിതമായിരിക്കും. ഇതാണ് അതിൻ്റെ ഇലകളും പൂക്കളും ഒക്കെ. അപ്പോൾ ഇവനെപ്പോലെ ഇരിക്കുന്ന ഒരുപാട് ചെടികൾ വേറെയുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്ര ക്ലോസ് ആയിട്ട് കാണിച്ചത്. കണ്ടില്ലേ, അതിൻ്റെ റൂട്ട് ഉൾപ്പെടെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. സമൂലമാണ് എപ്പോഴും നമ്മൾ കയ്യോന്നി എടുക്കാനായിട്ട് പറയുന്നത്. അതിൻ്റെ ഇലകളും അതിൻ്റെ പൂക്കളും ഒക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇത് പറിക്കാനായിട്ട് പോകാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് വേറെ ചെടികൾ കാണുമ്പോൾ ഇതുമായിട്ട് റിസംബ്ലൻസ് തോന്നാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് മറ്റൊരു പൊട്ടൻഷ്യലായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് തുളസി എന്ന് പറയുന്നത്. തുളസിയിൽ വരുന്ന ആക്റ്റീവ് പ്രിൻസിപ്പിൾസൊക്കെ നമ്മുടെ നമ്മൾക്ക് ആൻറ്റി ബാക്ടീരിയലായിട്ടൊക്കെ ആക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ തലയിൽ ഫംഗൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് ഡാൻഡ്രഫ് ഒക്കെ വരുന്നത്. അപ്പോൾ അതിനൊക്കെ എതിരെ തുളസി വളരെ പൊട്ടൻ്റാണ്. ഇതാണ് അധികം ആരും അങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നീലാമരി എന്നാണ് ഇതിന് പറയുന്നത്. നമ്മുടെ നീലഭൃങ്ങാതി ഓയിലിലൊക്കെ വരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നീലാമരി. വളരെയധികം ഹെയറിന് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് മിനിമം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. ഉലുവ, ഫെനുഗ്രീക്ക് എന്ന് പറയും. ഇതിനും ഇതിൻ്റെയും ആക്റ്റീവ് പ്രിൻസിപ്പിൾസ് നമ്മുടെ മുടിക്ക് വളരെയധികം നല്ലതാണ്. ഇത് നമ്മൾ കുറച്ച് നേരം കുതിർക്കുമ്പോഴായിരിക്കും നമുക്കിത് അരച്ചെടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ കുറച്ച് നേരം ഇത് വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് വെക്കുക. കുറച്ച് നേരം അത് വേണം, അത് ഒരു 6 മണിക്കൂറൊക്കെ എടുക്കും. ഇത് നമ്മുടെ രാമച്ചമാണ് കേട്ടോ. രാമച്ചത്തിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രോപ്പർട്ടി എന്ന് പറയുമ്പം തലയ്ക്ക് നല്ല തണുവ് തരും. അടുത്തതാണ് എല്ലാവർക്കും അറിയാവുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കറ്റാർ വാഴയാണ്. കറ്റാർ വാഴ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് ചെടിയിൽ നിന്ന് ഇതിനെ വേർപെടുത്തി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു കറ, ഒരു റെസിൻ അതിൽ നിന്ന് പുറത്തേക്ക് വരും. അതിനെ നമ്മൾ കഴുകി കളഞ്ഞിട്ട് വേണം നമ്മളുടെ എണ്ണയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ചിലർക്കത് ഇറിറ്റൻ്റായിട്ട് ആക്ട് ചെയ്യും കേട്ടോ. ഇതാണ് ആ കറ. ഇത് എല്ലാവർക്കും ഒരേപോലെ അനുയോജ്യമായിരിക്കത്തില്ല. ചിലർക്ക് ഇത് തൊടുമ്പോൾ തന്നെ ഇറിറ്റേഷൻസ് ഒക്കെ വരാറുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ജെല്ല് രൂപത്തിലാവുന്നവരെ നമ്മൾ അതിനെ കഴുകി എടുത്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് എടുക്കാൻ. ഇനി ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയുടെ ഗ്രൈൻഡറിലിട്ടിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുക, വെറ്റ് ഗ്രൈൻഡ് ചെയ്യുക. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേണം അരയ്ക്കാനായിട്ട്. എന്നാലേ നമുക്കിത് പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ജ്യൂസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് അരച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മളിപ്പോൾ അത് സ്ക്യൂസ് ചെയ്തിട്ട് അതിൻ്റെ അതിൻ്റെ എസൻസ് നമ്മൾ പുറത്തേക്ക് എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ക്ലോത്ത് എടുക്കുക. നല്ല വൃത്തിയുള്ളൊരു ക്ലോത്ത് ആയിരിക്കണം. അതിലേക്ക് നമ്മൾ ഈ പറഞ്ഞ ഗ്രൈൻഡ് ചെയ്ത് വെച്ചേക്കുന്ന സാധനം ഒഴിക്കുക. നന്നായിട്ട് സ്ക്യൂസ് ചെയ്യുക. അതിനെ അറിയായിരിക്കുമല്ലോ, നമ്മൾ തേങ്ങാപ്പാലൊക്കെ പിഴിയുന്നത് പോലെ ആ ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ട് സ്ക്യൂസ് ചെയ്ത് എടുക്കുക. ഇതാണ് നമുക്ക് അവസാനം കിട്ടിയേക്കുന്നത് ആ ഒരു എസൻസ്. അതിനകത്തേക്ക് നമ്മൾ എണ്ണയും ഒഴിച്ച് അത് കാച്ചിയെടുക്കുകയാണ്. ഒരു സ്ലോ ആയിട്ടുള്ളൊരു പ്രോസസ്സായിരിക്കണം. വളരെ ചെറിയ തീയിലിട്ടിട്ട് പതുക്കെ നമ്മൾ അത് ചൂടാക്കിയെടുക്കുക. അപ്പം നമുക്ക് ഈ ഗ്രീൻ കളറിൽ ഓയിൽ കിട്ടും. ഓക്കെ, ഇത് വളരെ എഫക്റ്റീവാണ്. നിങ്ങൾക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇടാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഈ 3-4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു എണ്ണ കാച്ചിയെടുക്കാം. ഇതിന് ലൈറ്റായിട്ടുള്ളൊരു ബ്ലൂ നിറമാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.